blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തുടർന്ന് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഉടൻ തന്നെ ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവർ ഇന്നത്തെ എക്സാമിൻ്റെ പുസ്തകങ്ങൾ, കൊണ്ടുപോകുന്ന പെൻ തുടങ്ങിയതെല്ലാം റെഡിയാക്കി വയ്ക്കുക. നമുക്ക് ഒരുമിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് തേവരയിൽ നിന്നുള്ള ജോസഫ് BP വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരിക്കും ഭർത്താവിനും ഡിപ്രഷനിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, വിവാഹ ജീവിതം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ പുതിയ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. അതുപോലെ ഇപ്പോഴത്തെ ബിസിനസ്സിനെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കലൂരിൽ നിന്നുള്ള വിനീത മേരി സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മോളുടെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ആ മകളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വിനീത. മാത്രമല്ല കർത്താവ്, ഞങ്ങൾ ചേർന്ന് നല്ല അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഭാവിയിൽ വരാൻ പോകുന്ന ജീവിത പങ്കാളിയെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഇന്ന് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്നത്തെ എക്സാം യേശുവിൻ്റെ കൈകളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. സകല ജ്ഞാനത്തിൻ്റെ ഉറവിടം അങ്ങാകയാൽ കർത്താവെ, ആ ജ്ഞാനത്തെ പകർന്ന് നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. സകല അനുഗ്രഹങ്ങളാലും കർത്താവെ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഓരോരുത്തരെ സഹായിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി മാർച്ച് 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47, കരുനാഗപ്പള്ളി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് മാർച്ച് 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. VV ഓഡിറ്റോറിയം, പഴകുറ്റി ജംഗ്ഷൻ, നെടുമങ്ങാട്. അമ്മയുടെ മകളൊക്കെ സെക്കൻഡറാബാദിലാണ് താമസിക്കുന്നത്. ഓക്കെ. അവർ കഴിഞ്ഞ ഡിസംബർ മാസം 4-ാം തീയതി അവിടെ സെക്കൻഡറാബാദിൽ അവിടെ YMC ഹാളിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ അവർ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഏറ്റവും അവസാനത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നത് സെക്കൻഡറാബാദിലാണ്. വൈകിട്ട് രാത്രിയിലെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ മകൾ വരുമ്പോൾ അവരുടെ 14 വയസ്സുള്ള മകനെയും കൊണ്ടാണ് അവരവിടെ വന്നത്. 14 വയസ്സുള്ളൊരു മകൻ. അപ്പോൾ ആ മകന് ഏകദേശം അവർ ആ മീറ്റിങ്ങിന് വരുന്നതിന് 1.5-2 മാസം മുൻപ് ഈ മകൻ്റെ പുറത്ത് ഒരു മുതുകത്തൊരു വളവുള്ളതുപോലെ കണ്ടിട്ട് ഇവർ ഡോക്ടറുടെ അടുത്ത് അത് ചെക്ക് ചെയ്യാനായിട്ട് പോയി. ഈ മകൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കൂടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു, എൻ്റെ മുതുകത്ത് എന്തോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, മുഴ പോലെ ഇരിക്കുന്ന ആളുകൾ പറയുന്നു, കൂട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ നട്ടലിൻ്റെ മുകൾ ഭാഗം വളഞ്ഞിട്ട് അതുപോലെ പുറത്തൊരു കൂനുള്ളൊരു വ്യക്തിയുടേതുപോലെ ഇങ്ങനെ മുളച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഇവർ ചെയ്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ജന്മന പല കുട്ടികൾക്കും വരുന്നതാണ്, ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇതങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വളഞ്ഞു വരുന്നതാണ്. ഇവർക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പാരൻസിനൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ട് പോലെയായി. കാരണം ഡോക്ടർ പറഞ്ഞത് നട്ടലിൻ്റെ വളവ് കൊണ്ടാണ് അങ്ങനെ പതുക്കെ നട്ടൽ വളഞ്ഞുകൊണ്ടിരിക്കുക, കുറച്ചുകൂടി
കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിങ്ങനെ കൂടി വരുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ഇവർ ചെയ്തത് അന്ന് തുടങ്ങി ഇവർ തിരിച്ചു വന്നു. അവർക്ക് അമ്മയ്ക്കും ഡോക്ടർ പറഞ്ഞത് ജന്മനാ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, പതുക്കെ അത് വളർന്ന് ഈ ഒരു 14 വയസ്സായപ്പോഴത്തേക്കും അതിങ്ങനെ കൂടി ഇത്രയും ആയതാണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവർ വളരെ വിഷമത്തിലായി. ഈ അമ്മ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം എല്ലാം കാണാറുള്ള വ്യക്തിയാണ്. അമ്മ അതുകൊണ്ട് അവരോട് വിളിച്ചു പറഞ്ഞിട്ട് അവരും കുറേ നാളുകളായിട്ട് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന വ്യക്തികളായിരുന്നു. അമ്മ ആലപ്പുഴക്കാരിയാണ്, ഈ നാട്ടുകാരിയാണ്. ഓക്കെ, അമ്മ ഇത് കാണുമായിരുന്നു. അമ്മ അവരെ വിളിച്ചു പറഞ്ഞു. അവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡറാബാദ് നടക്കുന്ന ഈ ഒരു മീറ്റിങ്ങിനെ പറ്റി അവരറിഞ്ഞു. അവർ സെക്കൻഡറാബാദിൽ ആ മീറ്റിങ്ങിന് വന്ന സമയത്ത് അവിടെ ഹാളിൽ ആള് നിറഞ്ഞിട്ട് കുട്ടികളെല്ലാം സ്റ്റേജിലേക്ക് വിളിച്ചു. ഓർമ്മയുണ്ട്, കുട്ടികളെല്ലാം ഷീറ്റ് വിരിച്ച് നമ്മൾ മുഴുവൻ കൊണ്ടുവന്ന് പാക്ക് ചെയ്തു. അപ്പോൾ ഈ മകനും 14 വയസ്സുള്ള ഈ മകൻ ഇത്തിരി വണ്ണമൊക്കെ ഉള്ള ശരീരമുള്ള മകന്, ഈ മകനും വന്നിട്ട് ആ കുട്ടികളുടെ കൂട്ടത്തിൽ അവിടെ ഇരുന്നു, സ്റ്റേജിലിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മ പറയുന്നത്, ഡാമിയൻ ബ്രദർ ഇങ്ങനെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിനിടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നട്ടെല്ലിന് അസുഖമുള്ള ചില വ്യക്തികൾക്ക് സുഖമാകുന്നു എന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞത് ഇവർ താഴെ ഇരുന്നിട്ട് ഇവർ വിശ്വാസത്തോടെ പറഞ്ഞു, ഇത് എൻ്റെ മകനെയാണ് കർത്താവ് സൗഖ്യമാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് വിശ്വസിച്ചു. ഈ മകൻ പറയുന്നത് അവന് ആ ഒരു മീറ്റിങ്ങിന് ഇരിക്കുന്നതിനിടയിൽ, ഇത്രയും വർഷത്തിനിടയിൽ അവന് അങ്ങനെ പുറത്ത് അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് വേദനയൊന്നും ഉണ്ടായിട്ടില്ല, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മകൻ പറയുന്നത് ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അവന് ചെറുതായിട്ട് ഈ പുറത്ത് നട്ടലിൻ്റെ ഭാഗത്തെല്ലാം വേദന എടുക്കുന്ന പോലെ ഇവന് തോന്നി. വേദന തോന്നി. പിറ്റേ ദിവസം അന്ന് വീട്ടിൽ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഈ കഴിഞ്ഞ 1.5 മാസത്തോളം അവിടെ ഉണ്ടായിരുന്ന മുഴയും വളവും അവിടെ കാണാനില്ല. വീട്ടിൽ ചെന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞു. ഇവര് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ അതേ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ വളവ്, ഇതിനു മുൻപ് കണ്ട ആ വളവ് അവിടെ ഇല്ല, അത് മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയതിന് ഇതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ കർത്താവ് അത്ഭുതകരമായിട്ട് ആ മീറ്റിങ്ങിൽ വെച്ച് ആ മകനെ സൗഖ്യമാക്കിയപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. സാധാരണ വ്യക്തികളുടെ പുറം പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ചെയ്തത് ആ കുഞ്ഞ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, യേശു കർത്താവിൻ്റെ ശക്തി ഇറങ്ങുന്ന സമയത്ത് സ്റ്റേജിൽ വന്നിരുന്നു. കുട്ടി സൗഖ്യമായി വീട്ടിലേക്ക് പോയി. എല്ലാവരും കൈകൾ ഉയർത്തി പറഞ്ഞ, യേശു ഇന്നും ജീവിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലെ മരണത്തോളം വിട്ടുകൊടുത്ത ദൈവപിതാവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാനും യേശുവിന്റെ കാൽവരി ക്രൂശിലെ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പഠിക്കുവാനും ബ്ലെസ്സിങ് ടുഡേ ഒരുക്കുന്നു ഗുഡ് ഫ്രൈഡേ സർവീസ് 2016. മാർച്ച് 25 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിങ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211 www.blessingtoday.tv. About this door of faith, I'm going to tell you 3 things now. ഈ വിശ്വാസം എന്ന വാതിലിനെ കുറിച്ച് ഞാൻ 3 കാര്യങ്ങൾ പറയാൻ പോകുന്നു. Number 1, faith is the door of our entrance into the kingdom of God. നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് വിശ്വാസം. The Jews believed that one had to be born as a Jew to enter the kingdom of God. യഹൂദന്മാർ ഇപ്രകാരം വിശ്വസിച്ചിരുന്നു, ഒരാൾ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവൻ യഹൂദനായി ജനിക്കണമെന്ന്. That means if you are born as a non-Jew, you are out. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു യഹൂദനല്ലാതാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ഔട്ടാണ്. They still believe that. ഇപ്പോഴും അവർ അതാ വിശ്വസിക്കുന്നത്. But Jesus came and made an amazing statement. എന്നാൽ യേശു കടന്നു വന്ന അതിശയിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തി. If you are born again, you can enter the kingdom of God. നിങ്ങൾ വീണ്ടും ജനിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാം. Hallelujah. Hallelujah. That is called the door of faith. അതന്നെയാണ് വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പറയുന്നത്. Jews believed what? യഹൂദന്മാർ എന്താ വിശ്വസിച്ചേ? You have to be born from Jewish parents and be born as a Jew into this world to go
to the kingdom of God. യഹൂദന്മാർ വിശ്വസിച്ചത് യഹൂദന്മാരായ മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നു. Jesus said, no problem. കർത്താവ് പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല. I am opening a huge door so that you are Jew or Gentile, you can enter into the kingdom of God if you are born again. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വലിയൊരു വാതിൽ തുറക്കുകയാണ്. നീ യഹൂദനാണെങ്കിലും വിജാതീയനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അതിലൂടെ നിനക്ക് അകത്തേക്ക് കടക്കുക. വീണ്ടും ജനിച്ചാൽ നിനക്ക് അതിലൂടെ അകത്തേക്ക് കടക്കാം. On the day of Pentecost, പെന്തക്കോസ്ത് ദിവസം 3,000 Jews entered through this door. 3000 യഹൂദന്മാർ ഈ വാതിലൂടെ അകത്തേക്ക് കടന്നു. Acts chapter 10, അപ്പോസ്തലപ്രവൃത്തികൾ 10 in the house of Cornelius, the door was open to the Gentiles. കൊർന്നേലിയസ് എന്ന് പറയുന്ന വിജാതീയന്റെ ഭവനത്തിൽ ഈ വാതിൽ അവിശ്വാസികൾക്കായി വിജാതീയർക്കായി തുറക്കപ്പെട്ടു. And after that, Paul started traveling around the globe and started preaching the word of faith. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ ലോകമെമ്പാടും യാത്ര ചെയ്ത് ഈ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. And the door was wide open for the Gentiles. വിജാതീയർക്ക് വേണ്ടി ഈ വാതിൽ വളരെ വിസ്താരത്തിൽ തുറക്കപ്പെട്ടു. And I praise God through blessing today. The door is so wide open for millions of people to come into the kingdom of God. ഞാൻ ബ്ലെസ്സിംഗ് ടുഡേക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിലൂടെ വലിയ വിശാലമായ ഒരു വാതിൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. This year, today, the Holy Spirit is giving you the key in your hand so that you can open the door and so that so many people can enter. എന്നാൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ ആ താക്കോല് തരികയാണ്. നിങ്ങൾക്ക് ഈ വാതിൽ തുറന്നു കൊടുത്ത് അനേകർ ഇതിലേക്ക് കയറ്റുവാൻ കഴിയും. How many of you are ready to open the door for many? മറ്റുള്ളവർക്ക് വേണ്ടി ഈ വാതിൽ തുറന്നു കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? Number 2, faith is the door of God's entrance into our hearts. 2, വിശ്വാസം എന്നത് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണ്. One more time. വിശ്വാസം എന്നത് ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലാണ്. Kings will not enter through any door. രാജാക്കന്മാർ ഏത് വാതിലൂടെയും കടക്കുകയില്ല. Kings will enter only through the royal door. രാജാക്കന്മാർ രാജകീയമായ വാതിലൂടെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. Our God is our king. നമ്മുടെ രാജാവ്, നമ്മുടെ He ദൈവം will not രാജാവാകും. come through any door. അവൻ ഏതെങ്കിലും ഒരു വാതിലൂടെ അകത്ത് കിടക്കുകയില്ല. Thieves will come through any door. കള്ളന്മാർ ഏത് വാതിലൂടെ അകത്ത് കിടക്കും. But Jesus will come only through the royal door. എന്നാൽ യേശു രാജകീയമായ വാതിലൂടെ മാത്രം അകത്ത് പ്രവേശിക്കും. What is the royal door? എന്താണ് ആ രാജകീയമായ വാതിൽ? It is the faith door. അത് വിശ്വാസം എന്ന വാതിലാണ്. Faith is the royal door through which the King of Glory will enter. വിശ്വാസം എന്നത് മഹത്വത്തിന്റെ രാജാവായവൻ പ്രവേശിക്കുന്ന ആ രാജകീയ വാതിലാണ്. As I am preaching to you today, ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ I can see in my spirit this door is wide open so that God, the King of Glory, will enter into our lives with much glory. എനിക്ക് കാണുവാൻ സാധിക്കുന്നു, മഹത്വത്തിന്റെ രാജാവായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാനായി വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. Psalm 24 verse number 7 and 8. സങ്കീർത്തനങ്ങൾ 24ന്റെ 7-8 വചനങ്ങൾ. Lift up your heads, you gates, be filled up, you ancient doors, that the King of Glory may come in. വാതിലുകളെ നിങ്ങളുടെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Who is the King of Glory? The Lord strong and mighty, the Lord mighty in battle. മഹത്വത്തിന്റെ രാജാവ് ആര്? ശക്തനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. Hallelujah. ഹല്ലേലൂയ. So when we open the door of faith, നമ്മൾ വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ the King of Glory is coming in. മഹത്വത്തിന്റെ രാജാവ് അകത്തേക്ക് വരുന്നു. When you open the door of faith, വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ the King of Glory is coming into your family. ആ മഹത്വത്തിന്റെ രാജാവ് നിന്റെ കുടുംബത്തിനകത്തേക്ക് വരുന്നു. Hallelujah. ഹല്ലേലൂയ. So never close the door of faith. വിശ്വാസത്തിന്റെ വാതിൽ അടച്ചിടരുത്. Ephesians chapter 3 verse number 17. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വചനം. So that Christ may dwell
in your hearts through faith. And I pray that you being rooted and established in love. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധരോടൊപ്പം ഗ്രഹിക്കുവാൻ പ്രാപ്തരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. Okay, the emphasis is this: Christ may dwell in your hearts through faith. അവിടെ പ്രാധാന്യമായി നമ്മൾ കാണേണ്ട വചനം ഇതാണ്: വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ. That means when you open the door of faith, Christ will come in to dwell. അതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ക്രിസ്തു അകത്തേക്ക് വന്ന് വസിക്കും. Hallelujah. ഹല്ലേലൂയ. Number 3, faith is the door of the entrance of the kingdom of God into us. മൂന്നാമത്തെ കാര്യം, വിശ്വാസം ദൈവരാജ്യം നമ്മുടെ അകത്തേക്ക് വരുവാനുള്ള പ്രവേശന കവാടമാണ്. Hallelujah. ഹല്ലേലൂയ. So when you open the door of faith, the kingdom of God will come inside us. നമ്മൾ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ അകത്തേക്ക് വരുന്നു. Romans 14 verse number 17, for the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. റോമാലേഖനം 14:17 എന്തെന്നാൽ ദൈവരാജ്യം ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും കാര്യമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. Eating and drinking is in the world. തിന്നുകയും കുടിക്കുകയും എന്നുള്ളത് ലോകത്തിലുള്ള കാര്യമാണ്. That is not the way the kingdom of God is coming into us. ആ രീതിയിലല്ല ദൈവരാജ്യം നമ്മുടെ അകത്തേക്ക് വരുന്നത്. The kingdom of God is coming into us through the door of faith. ദൈവരാജ്യം വിശ്വാസത്തിന്റെ വാതിലൂടെയാണ് നമ്മളിലേക്ക് വരുന്നത്. Hallelujah. ഹല്ലേലൂയ. That means it is through faith that we receive the Holy Spirit. ഈ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. And the kingdom of God, the expression of kingdom of God today in our lives is through righteousness, peace and joy in the Holy Spirit. എന്നാൽ നമ്മുടെ അകത്തുള്ള ഈ ദൈവരാജ്യത്തിന്റെ പുറമെയുള്ള പ്രകടനമാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. Hallelujah. ഹല്ലേലൂയ. So faith is the master key that you have. വിശ്വാസമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ. Lack of faith will close the door for us from entering the kingdom. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിനെ അത് തടയുന്നു. Lack of faith will close the door for God and His kingdom from operating in our lives. നമ്മുടെ അകത്ത് വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിനും ദൈവരാജ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത വിധം അത് തടയുകയാണ്. Hallelujah. ഹല്ലേലൂയ. But the key is with us. പക്ഷെ താക്കോൽ നമ്മുടെ കയ്യിലാണ്. You can close the door വേണമെങ്കിൽ വാതിലടക്കാം, and keep God outside, ദൈവത്തെ പുറത്തു നിർത്താം, or you can open the door and you can usher in the King of glory. അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുത്ത് ആ മഹത്വത്തിന്റെ രാജാവ് അകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുക. When you are in a crisis, what is the key to come out? നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ഏത് താക്കോൽ ഉപയോഗിച്ചാണ് പുറത്തു വരേണ്ടത്? Which is the master key? ഏതാണ് പ്രധാന താക്കോൽ? Faith is the master key. വിശ്വാസമാണ് പ്രധാന താക്കോൽ. Luke chapter 18, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം first 8 verses. ആദ്യത്തെ 8 വചനങ്ങൾ. Then Jesus told his disciples a parable to show them that they should always pray and not give up. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ യേശു ഒരു ഉപമ പറഞ്ഞു. Meaning, this is a parable about prayer. അതിൻ്റെ അർത്ഥം ഇത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഉപമയാണ്. But when we read and come to the closure of the parable, it ends up in faith. എന്നാൽ ഇത് ഈ ഉപമ പറഞ്ഞ് അവസാനമായി അതിനെ ഉപസംഹരിക്കുമ്പോൾ അത് വിശ്വാസത്തിലാണ് വന്നു നിൽക്കുന്നത്. Okay, let us read together. നമുക്ക് ഒരുമിച്ച് വായിക്കാം. He said, in a certain town there was a judge who neither feared God nor cared what people thought. ഒരു പട്ടണത്തിൽ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ആദരിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. And there was a widow in that town who kept coming to him with the plea, grant me justice against my adversary. ആ പട്ടണത്തിലെ ഒരു വിധവ എൻ്റെ പ്രതിയോഗിക്കെതിരെ എനിക്ക് ന്യായം നടത്തി തരണമേ എന്ന അപേക്ഷയുമായി അയാളുടെ അടുക്കൽ കൂടെ ചെന്നിരുന്നു. For some time
he refused. But finally, he said to himself, even though I don't fear God or care what people think, yet because this widow keeps bothering me, I will see that she gets justice so that she won't eventually come and attack me. കുറെ കാലത്തേക്ക് അയാൾ ഉപേക്ഷ കാണിച്ചു. എന്നാൽ ഒടുവിൽ ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ വകവയ്ക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും ഈ വിധവ എന്നെ തുടർച്ചയായി അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് അവൾക്ക് ഞാൻ ന്യായം നടത്തി കൊടുക്കും. അല്ലെങ്കിൽ ഒടുവിൽ അവളുടെ തുടർച്ചയായ വരവ് എനിക്ക് അസഹ്യമായി തീരുമെന്ന് തന്നോട് തന്നെ പറഞ്ഞു. And the Lord said, listen to what the unjust judge says. നീതികെട്ട ആ ന്യായാധിപൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. And will not God bring about justice for his chosen ones who cry out to him day and night? Will he keep putting them off? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നോട് നിലവിളിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം ന്യായം നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് അവരുടെ കാര്യം നീട്ടിക്കൊണ്ടുപോകുമോ? The Lord is asking the same questions to each one sitting here. ഇവിടെ ഇരിക്കുന്ന ഓരോളുകളോടും ഇതേ ചോദ്യം തന്നെ കർത്താവ് The ചോദിക്കുന്നു. Lord is asking the same question to you. നിങ്ങളോട് അതേ ചോദ്യം കർത്താവ് ചോദിക്കുകയാണ്. Will not God move for you who are praying every day and night in his presence? അവന്റെ സന്നിധിയിൽ രാവും പകലും പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാതിരിക്കുമോ? നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. മാർച്ച് 15, 16, 17 തീയതികളിലായി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി മാർച്ച് 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47, കരുനാഗപ്പള്ളി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് മാർച്ച് 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. VV ഓഡിറ്റോറിയം, പഴകുറ്റി ജംഗ്ഷൻ, നെടുമങ്ങാട്. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇത് കാണുന്ന ഓരോ വ്യക്തിയും കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. നെക്ക് തിരിക്കുമ്പോഴുള്ള പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ ആ കഴുത്തുകൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് ബ്ലോക്കുള്ള ചില വ്യക്തികൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഓവറിയുടെ അകത്ത് സിസ്റ്റുകളുള്ള ചില സഹോദരിമാരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അസ്ഥികളുടെ തേയ്മാനം ഇപ്പോൾ സൗഖ്യമാകട്ടെ. പല ജോയിൻറ്റുകളിലെ തേയ്മാനം, പ്രത്യേകിച്ച് കാൽമുട്ടിനകത്ത് ഉള്ള പ്രയാസങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, പ്രത്യേകിച്ച് ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ അടുത്ത സ്കാനിൽ അത് കാണരുത്, അതുപോലെ അത് മറഞ്ഞു പോകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഹെർണിയ എന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം. ആസ്മ രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ ഇപ്പോൾ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് ഉഷ എന്നു പേരുള്ളൊരു സഹോദരി ആസ്മാരോഗത്തിൽ വളരെ പ്രയാസപ്പെടുന്ന ഉഷ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ തിരികെ വരട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ അതിഭയങ്കരമായ ചെസ്റ്റ് പെയിൻ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ദൈവിക വിടുതലുകൾ ഓരോരുത്തരും പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നീ വിടുതലുകൾ അയക്കണമേ, കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും അത് യേശുവിനോട് പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആവശ്യമുള്ളവർക്കെല്ലാം കർത്താവ് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങളായ എൻ്റെ പ്രാർത്ഥന ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, ആശിഷമാരി, സെർമൺ നോട്ട് കീപ്പർ, ആരാധനാ ഗീതങ്ങൾ തുടങ്ങിയ പല പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ ബന്ധപ്പെടാം. അതുപോലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ, ഡെലിവറൻസ് ക്ലിനിക്കിൽ വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye.